ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, അതൊക്കെയുണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ? മോൻ്റെ പേരുന്ന ആയുഷ് എത്രയല്ലേ പഠിക്കുന്നത്? 2-ൽ. ഓക്കെ. എന്തായാലും ഇന്ന് നമ്മുടെ കുട്ടികൾ ഇന്ന് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ്, പൂക്കളം ഇടുന്ന തിരക്കിലാണ്, അറിയാം. എങ്കിൽ അതിനിടയിലാണ് നമ്മൾ ചെറിയൊരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, പ്രസംഗകരുടെ പ്രസക്തി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. എല്ലാവരും പ്രസംഗിക്കാറുണ്ടാവും. ഉണ്ടോ? ഇല്ലേ? എന്താ പേടിയുണ്ടല്ലേ? എന്താ കയ്യും കാലൊക്കെ വറക്കാൻ പറയും. നമ്മുടെ സ്കൂളിൽ പാട്ടൊക്കെ പാടില്ല, സ്റ്റേജിൽ കയറി പാട്ട് പാടും അല്ലേ? പാട്ട് പാടും, കഥ പറയും. പക്ഷേങ്കിൽ 2 വാക്ക് സംസാരിക്കുമ്പോൾ മുട്ട് വറക്കാൻ തുടങ്ങും അല്ലേ? അതിനുള്ള കാരണം എന്താ? നമ്മൾ പ്രസംഗത്തെ പേടിക്കുന്നുണ്ട്. പ്രസംഗത്തിന് ഒരു പേടിയാണ്. പ്രസംഗം നമ്മൾ പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോവോ, എന്തെങ്കിലും പറഞ്ഞു പോവോ, കുട്ടികൾ തമാശയാക്കുമോ അല്ലേ? ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കലയാണ് പ്രസംഗം. നമ്മൾ ഇത് ജന്മനാ കിട്ടുന്നതല്ല, നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസംഗം പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ മനസ്സിലാക്കുന്നത്, പ്രസംഗത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പ്രസംഗത്തിൽ കുറേ അല്ലേ, നിങ്ങൾ കേട്ടില്ലേ? സ്വാഗത പ്രസംഗം എന്ന് കേട്ടില്ലേ? ഉദ്ഘാടന പ്രസംഗം എന്ന് കേട്ടില്ലേ? നമ്മൾ സ്കൂളിൽ പരിപാടി സംഘടിപ്പിക്കില്ല, അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പ്രസംഗത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. ഇത് ആശംസാ പ്രസംഗകൻ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എത്ര സമയം പറയണം, ഉദ്ഘാടകൻ എന്ത് പറയണം, എത്ര സമയം പറയണം, അദ്ദേഹം എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കണം. നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മളെല്ലാവരും തിരക്കിലല്ലേ, നമുക്ക് ഓണം ആഘോഷിക്കണം. അപ്പോൾ ഇന്ന് പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്ന പ്രസംഗകരുടെ പ്രസക്തി, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതുമാത്രം പഠിക്കാം. നമുക്ക് പ്രസംഗം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകും? നമുക്ക് കുറേ നേട്ടങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പ്രസംഗകല കൊണ്ടൊക്കെ സാധിക്കും. നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് നൽകുവാനും നമുക്ക് ഈ പ്രസംഗം കൊണ്ട് സാധിക്കും. പിന്നെ ആരോടും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് കിട്ടും അല്ലേ? നമുക്ക് ചിലപ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായ അനുഭവം ഞാൻ പറയാം. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് മാഷ്മാർ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയുന്ന ഉത്തരമാണെങ്കിൽ പറയില്ല, ഒരു പേടിയാണ്, തെറ്റിപ്പോകുന്നുള്ള പേടി. അല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുട്ടികൾ തമാശയാക്കും. അറിയാം, ഉത്തരം അറിയാമെന്നുള്ള ഏകദേശം ഒരു ഉറപ്പുണ്ട്, എന്നാലും പറയില്ല, നേരത്തെ ചെയ്യുമെന്ന് പറയും. ഞാൻ നേരെ അടുത്തുള്ള കുട്ടികൾ ഉള്ള ചെവി പറയും അതിൻ്റെ ഉത്തരമാണ്. അപ്പം കുട്ടി സ്റ്റാർ പറയും, സ്റ്റാറാണ്. കുട്ടി പറയും ഉത്തരം. അപ്പോൾ എന്താ? കുട്ടി അവിടുത്തെ സ്റ്റാറായി അല്ലേ? എനിക്കറിയുന്ന ഉത്തരം ഞാൻ പറഞ്ഞില്ല, അറിയാത്ത കുട്ടി പറഞ്ഞു, അവൻ മാഷ് പറഞ്ഞു വെരി ഗുഡ് എന്ന് പറയും. അവൻ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലേ? എല്ലാ കുട്ടികളും അധ്യാപകനും അല്ലേ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. അവൻ മോശമില്ല, നല്ലോണം പഠിക്കും. പക്ഷെ പഠിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുകയും പഠിക്കാത്ത ഒരാൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ പറയാം, കഴിവുള്ള ആളുകൾ സമൂഹത്തിലേക്ക് ഒതുങ്ങി പോവുകയും കഴിവില്ലാത്ത ആളുകൾ സമൂഹത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യും അല്ലേ? നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയുവാനും അതുപോലെ തന്നെ ചങ്കൂറ്റത്തോടെ സംസാരിക്കുവാനും കഴിയണം അല്ലേ? നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ കണ്ടില്ലേ? നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം നിങ്ങൾ നോക്കിയോ, നമ്മുടെ മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അങ്ങനെ കുറേയേറെ നേതാക്കന്മാർ ഇവരുടെ സമര പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയത് അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം. നമ്മളെ പേരുന്ന ആനക, വെരി ഗുഡ്. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അല്ലേ? എല്ലാവർക്കും അറിയില്ലേ റിപ്പബ്ലിക് ദിനപ്പാണ്, ഓഗസ്റ്റ് 15 എപ്പോഴാണ്? അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കണം. എങ്ങനെയാണ് അല്ലേ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി? അത് നിരവധി ആളുകളുടെ അല്ലേ ജീവൻ കൊടുത്തുകൊണ്ടാണ്, ത്യാഗപൂർണമായിട്ടുള്ള സമര പോരാട്ടത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസംഗം. ഒരു കാലത്ത് ആ ജനങ്ങൾ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും
ഓരോ നേതാക്കന്മാർ എന്താണ് പറയുന്നത് എന്ന് കേട്ടുകൊണ്ടാണ്, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വലിയൊരു ആയുധങ്ങളല്ലേ പീരങ്കിയും അതുമൊക്കെ തോക്കും ഒക്കെ ആയിട്ടാണ് അവർ വരിക. പക്ഷേ വാക്കുകളിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്കാർ അവരുടെ മുന്നിൽ പിടിച്ചു നിന്നത്, അല്ലേ? പ്രസംഗത്തിലൂടെ. അങ്ങനെ നമുക്ക് ലോകത്തിൽ പല ആളുകളും പല നേതാക്കന്മാരൊക്കെ പ്രസംഗത്തിലൂടെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നും നമുക്കറിയാം നമ്മുടെ കുട്ടികളല്ലേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലല്ലേ രാഷ്ട്രീയക്കല്ലേ ഇവിടുത്തെ അല്ലേ. അപ്പൊ രാഷ്ട്രീയക്കാരല്ലേ അറിയോ നിങ്ങൾക്ക്? രാഷ്ട്രീയത്തിൽ നല്ല പ്രവർത്തിക്കാൻ അറിയുന്ന ആളുകളുണ്ടാവും, പക്ഷെ അവർക്ക് ചിലപ്പോൾ പ്രസംഗിക്കാനല്ല. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഈ ഒരു ആള് എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മുടെ ലോക ചരിത്രം മുഴുവൻ അറിയാം, പക്ഷേങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാറില്ല, ഒരു വേദിയിൽ കയറി പ്രസംഗിക്കാൻ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ തന്നെ ഇരിക്കും. അത് വലിയ പ്രവർത്തനമൊന്നും ഇല്ലാതെ, നല്ല ഷർട്ടൊക്കെ ഇട്ട് ചുഴിയൊന്നും ഇല്ലാതെ ഒരാൾ നല്ല പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ വേദിയിൽ പ്രസംഗിക്കും, അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുകയും ചെയ്യും. കഴിവുള്ളവൻ തടയപ്പെടുകയും കഴിവില്ലാത്ത ആളുകൾ സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രസംഗം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ കുറേ അറിവ്, അതായത് ഒരു അറിവ് പൂർണ്ണമാകുന്നത് അല്ലെ. നമുക്ക് കുറേ അറിവുകൾ നമ്മൾ സ്കൂൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ പത്രങ്ങളിലൂടെ പല അറിവുകളും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മളിങ്ങനെ അറിവുകൾ പൂർണ്ണ ആവുക എന്നെങ്കിലും പറയാം. അറിവുകൾ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അറിവുകൾ പൂർണ്ണമാവുകയുള്ളൂ, അല്ലേ? കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. നമ്മൾ പെട്ടെന്ന് ഒരാളോട് ചോദിക്കുന്നു, നമ്മൾക്ക് മക്കളോട് മുൻ രാഷ്ട്രപതിയുടെ പേര് പറയാം. ഒരു രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതിന്റെ കുറേ രാഷ്ട്രപതിമാരുണ്ടായിട്ടില്ലേ? APJ അബ്ദുൽ കലാം. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു APJ അബ്ദുൽ കലാം. അത് പറയാനുള്ള കാരണം രാഷ്ട്രപതി കുറേ ആളുണ്ടായില്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, അല്ലേ? ജ്ഞാനി സൈൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി രാഷ്ട്രപതിമാർ നമ്മുടെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ APJ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് അറിയാം? അദ്ദേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുവാനും ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നവരാണ്. എങ്കിൽ പോലും APJ അബ്ദുൽ കലാം എന്ന മിസൈൽ മാൻ, മിസൈൽ മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപതിയെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തിന്റെ പീരീഡ് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്ത് ചെയ്ത് നമ്മളിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അറിവുകളും നമ്മുടെ കുട്ടികളിലേക്ക് നൽകിയെന്നതാണ്, അല്ലേ? കുട്ടികൾക്ക് നൽകാനുള്ള കാരണം എന്താണെന്നറിയോ? കുട്ടികളാണ് ഇനി നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടത്. അദ്ദേഹത്തിന് രാഷ്ട്രപതി സ്ഥാനമൊക്കെ കഴിഞ്ഞു, അദ്ദേഹം വീട്ടിലേക്ക് വിശ്രമത്തിനാണെങ്കിലോ ആരും അറിയില്ല, അല്ലേ? പക്ഷെ അദ്ദേഹം ഓരോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ കുട്ടിയും എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ചെയ്യണ്ട എന്നൊക്കെ അദ്ദേഹം അറിയാം. ഇങ്ങനെ ഒരു വേദി കിട്ടുന്ന അദ്ദേഹം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ? ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ, നല്ല രസമുള്ള ക്ലാസ് അല്ലേ, അല്ലേ? അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരറിയോ? ഓക്കെ. മോള് പേരുന്ന ആയിഷ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം നല്ലൊരു പ്രസംഗം, അല്ലെ, നല്ലോണം സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടല്ല അദ്ദേഹം ഇങ്ങോട്ട് വന്നത്, നമ്മുടെ കുട്ടികളിലേക്ക് ഇറങ്ങി വന്നത്. നല്ലോണം സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ നമ്മൾ നേടിയെടുക്കാൻ എന്ത് വേണം? നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? പ്രസംഗം പഠിക്കുക. പ്രസംഗം ഒരു കല തന്നെയാണ്. നമ്മൾ പാട്ട് പാടുന്നില്ലേ, കഥ പറയുന്നില്ലേ, നമ്മുടെ സ്കൂൾ പറഞ്ഞാൽ പാട്ടൊക്കെ പാടുന്നില്ലേ സ്റ്റേജിൽ? അതുപോലെ തന്നെ പ്രസംഗം ഒരു കല തന്നെയാണ്. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇവിടെ വേദിയില്ലേ, ഈ വേദിയിൽ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മടിയൊക്കെ പോകും, നമ്മൾ നല്ല പഠിക്കാനുള്ള കഴിവ് കിട്ടും. പിന്നെ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരാളാകും, ഇല്ലേ? ഒരു വേദിയിൽ കയറി പ്രസംഗിച്ച എത്ര ആളുണ്ടാവും? അവരെ മുമ്പിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാറായില്ലേ, അല്ലേ? പിന്നെ അതിൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ പ്രസംഗം പഠിച്ചു കഴിഞ്ഞാൽ എന്താ? നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവുകയും ചെയ്യും.
നമ്മളിപ്പോൾ കുറേ പോയിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുകയില അല്ലേ, പുകയില വിരുദ്ധ ദിനത്തിൽ നമ്മളൊരു പുകയില വിരുദ്ധ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അതിനെതിരെ അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ എനിക്ക് പുകവലിക്കാൻ പറ്റുമോ? ഞാനാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്, എനിക്ക് പുകവലിക്കാൻ പറ്റുമോ? ആ മാഷിൽ അവിടുന്ന് പുകവലിക്കെതിരെ പല രോഗങ്ങളും ഉണ്ടാകുന്ന പറയുന്നത് ആ മാഷിൽ അവിടുന്ന് പുകവലിക്കുന്നത് അതെ. മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ. മദ്യത്തിനെതിരെ അതിൻ്റെ ബോധവൽക്കരണം നടത്തുമ്പോൾ എനിക്ക് മദ്യപിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഞാനൊരു കുടുംബ സദസ്സിൽ പോയിട്ട് കാര്യങ്ങൾ കുടുംബവേദിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിലെന്തായിരിക്കണോ? ഞാൻ നല്ല മക്കളെയും അമ്മേനെയും ഭാര്യനെയൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരാളായി മാറണല്ലേ, എന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പറയാ അത് പ്രസംഗിക്കുന്നുണ്ട് മാഷ്, പല സ്ഥലത്തും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ഭയങ്കര കച്ചറക്കാരനാ, മദ്യപാനിയ, പോലിയാന്ന് പറയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഞാൻ എന്ന വ്യക്തി, ഞാൻ സ്വയം ഇതൊന്നുമില്ലാത്ത നല്ല കുട്ടിയായി വളരണല്ലേ. അപ്പൊ നമ്മള് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവും. പല ഗുണങ്ങളുണ്ട്, മറ്റു കലകൾ പോലെയല്ല. അപ്പോ പ്രസംഗം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇന്ന് നമ്മുടെ കുറച്ച് ക്ലാസ് മാത്രമേ നമുക്ക് ഇന്ന് പറയുന്നുള്ളൂ, പ്രസംഗകലയുടെ പ്രസക്തി. അപ്പൊ ഇനി കുറെ കാര്യങ്ങൾ പറയാം, നമുക്കത് ഓരോ ഘട്ടത്തിലായിട്ട് പഠിക്കാം. നമുക്ക് ഈ പ്രസംഗത്തിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. പ്രസംഗം നമുക്ക് സൂചിപ്പിച്ചു, ഫസ്റ്റിലൊരു സ്വാഗത പ്രസംഗം ഉണ്ടാകും, പിന്നെ ഒരു അധ്യക്ഷനുണ്ടാകും, പിന്നെ ഒരു ഉദ്ഘാടകൻ ഉണ്ടാകും, പിന്നെ ആശംസാ പ്രസംഗം ഉണ്ടാകും, പിന്നെ ഒരു നന്ദി പ്രസംഗം ഉണ്ടാകും. അതിനിടയ്ക്ക് പലതല്ലേ അനുമോദന പ്രസംഗങ്ങൾ, അനുശോചന പ്രസംഗം എല്ലാം കേട്ടിട്ടില്ലേ? അപ്പോൾ ഓരോ പരിപാടി സമയവും സെമിനാറുകളോ അല്ലെങ്കിൽ പൊതുയോഗോ സംഘടിപ്പിക്കുമ്പോൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഗത പ്രസംഗം എന്തൊക്കെ പ്രസംഗകൻ ഒരു സ്വാഗതം പറയുന്നത് നമ്മൾ സ്കൂളിൽ കണ്ടിട്ടില്ലേ? സ്കൂൾ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അല്ലേ, ടീച്ചറായിരിക്കും ചിലപ്പോൾ അധ്യക്ഷയായിട്ട് വരും അല്ലേ, അധ്യക്ഷനായിട്ടുമായിരിക്കും അല്ലേ, നന്ദി പറയുന്ന ഒരു അധ്യാപകനായിരിക്കും. പക്ഷെ ഓരോ ആളും ഓരോ സ്ഥാനത്ത് ഓരോ പ്രസംഗം നടത്തുമ്പോഴും ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഗത പ്രസംഗം എന്തൊക്കെ കാര്യങ്ങൾ പറയണം, അധ്യക്ഷ പ്രസംഗം എന്തൊക്കെ പറയണം, ഉദ്ഘാടകൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ആശംസാ പ്രസംഗം നടത്തുന്ന ആളെന്തൊക്കെ ശ്രദ്ധിക്കണം, നന്ദി പ്രസംഗം നടത്തുന്ന ആളെന്തൊക്കെ ശ്രദ്ധിക്കണം, അവർ പറയുമ്പോൾ എന്തൊക്കെ പറയണം, അതൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കണം. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയായിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ പറ്റണം. നമുക്കൊരു വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാം. പക്ഷെ ആത്യന്തികമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രസംഗം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് അല്ലേ. നല്ല കുട്ടികളായിട്ട് വളരാൻ പറ്റൂ, നല്ലോണം പഠിക്കുന്ന കുട്ടികളാകാം, സമൂഹത്തിൽ അച്ഛനമ്മമാർക്കെല്ലാം നല്ല കുട്ടികളെന്ന് പറയാൻ പറ്റൂല, എൻ്റെ മക്കൾ നല്ല മോനാണ് എന്ന് അല്ലേ, നല്ല മോളാണെന്ന് പറയാനുള്ളൊരു അവസരം നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. പിന്നെ ഈ മദ്യത്തിനെതിരെ, പുകവലിക്കെതിരെ, പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ പ്രസംഗിക്കുന്ന ഒരാൾ, നമ്മൾ പ്രസംഗം പഠിക്കുമ്പോൾ നമുക്കത് പ്രസംഗിക്കണം എന്ന് തോന്നുമ്പോൾ ഇത് വിഷയത്തെപ്പറ്റി നമ്മൾ പഠിക്കണ്ടേ. നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇങ്ങനെ തുറന്ന കണ്ണുകളോട് ഇങ്ങനെ നോക്കിക്കാണും, എന്തൊക്കെ നടക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മളോട് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് ഇതുകൊണ്ട് കഴിയും. എന്തായാലും ഈ ഓണത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇന്ന് വന്ന് ക്ലാസ് കേട്ടിട്ടുള്ളത്. എല്ലാവരും പ്രസംഗത്തേക്ക് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഉണ്ടാകും, ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വരണം, കൂട്ടുകാരോട് പറയണം, വീട്ടുകാരോട് പറയണം, എല്ലാവരും കൂട്ടിയിട്ട് വരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലാണ്. എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.